നമസ്കാരം. ദേവൂസ് ചാനലിൻ്റെ ജ്യോതിഷ വിഭാഗമായ പ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം. പ്രദക്ഷിണത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലൂടെ 2025 ഭരണി നാളിൻ്റെ ഫലങ്ങളാണ് വിവരിക്കുന്നത്. ചാനൽ ആദ്യമേ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീഡിയോയിലേക്ക് കടക്കാം. മേടം രാശിയിൽ രണ്ടാമത് വരുന്ന നക്ഷത്രമായ മനുഷ്യഗണത്തിൽപ്പെട്ട ഭരണി നാളിൻ്റെ അധിപൻ ശുക്രനും രാശാധിപൻ ചൊവ്വയുമാണ്. രാശാധിപനായ ചൊവ്വയുടെ പൗരുഷവും കർക്കശ സ്വഭാവവും ഉള്ള ഈ നക്ഷത്രക്കാർ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കാനുള്ള നിർബന്ധ ബുദ്ധിയുള്ളവരും ആത്മവിശ്വാസം കൂടുതലുള്ളവരും എടുത്തുചാട്ട സ്വഭാവമുള്ളവരുമാണ്. സ്വാർത്ഥമതികളായ ഇവർ എല്ലായ്പ്പോഴും സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എല്ലാ കാര്യത്തിലും ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്ന ഭരണി നാളുകാർ സ്വതന്ത്ര സ്വഭാവവും കോപശീലവും കൂടുതലുള്ളവരുമാണ്. ഇവർ തങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വിപരീതമായി സംസാരിക്കുന്നവരോട് അങ്ങേയറ്റം വിരോധം കാണിക്കുന്നവരും കൊടുക്കൽ വാങ്ങലുകളിലൊക്കെ കണിശത പുലർത്തുന്നവരുമാണ്. തികഞ്ഞ സത്യസന്ധതയും നീതിനിഷ്ഠയുമുള്ള ഭരണി നാളുകാർ മറ്റുള്ളവരെ പുകഴ്ത്തി കാര്യം നേടാൻ ശ്രമിക്കുന്നവരല്ല. തങ്ങളുടെ അഭിമാനത്തിന് കോട്ടം തട്ടുന്ന ഏത് കാര്യത്തിൽ നിന്നും വിട്ടുനിൽക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഭരണി നാളുകാർ. ഇനി 2025 ഭരണി നക്ഷത്രത്തിൻ്റെ ഗുണദോഷ ഫലങ്ങൾ നോക്കാം. 2025 ഭരണി നാളുകാർക്ക് പൊതുവെ അനുകൂലമായാണ് കാണുന്നത്. പ്രവർത്തന മേഖലകളിലൊക്കെ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. കർമ്മമേഖലയിൽ മാറ്റം വരുത്തുക വഴി മനസ്സമാധാനവും സന്തോഷവും കണ്ടെത്താൻ ഭരണി നാളുകാർക്ക് ഈ വർഷം സാധിക്കുന്നതാണ്. ഈ വർഷം വ്യാഴം, ശനി, രാഹു, കേതുക്കൾ എന്നിവയുടെ രാശിമാറ്റം ഈ നാളുകാരെയും അനുകൂലമായും പ്രതികൂലമായും ബാധിക്കുന്നതാണ്. ഭരണി നക്ഷത്രക്കാരുടെ നക്ഷത്രാധിപനായ ശുക്രൻ വർഷാരംഭത്തിൽ രാശിയായ മീനം രാശിയിലേക്ക് വരുന്നത് ഗുണം ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ചൊവ്വ ഇവർക്ക് അനുകൂല സ്ഥിതിയിലുമാണ്. വർഷത്തിൻ്റെ തുടക്കത്തിൽ അനുകൂല ഭാവങ്ങളിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെയും ശനിയുടെയും പ്രഭാവത്താൽ വർഷമധ്യം വരെ എല്ലാ വിധത്തിലുമുള്ള നേട്ടങ്ങൾ ഇവർക്കുണ്ടാകുന്നതാണ്. ലാഭസ്ഥാനമായ 11ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ഈ നാളുകാർക്ക് ധനപരമായ പുരോഗതി നൽകുന്നതാണ്. സാമ്പത്തികമായുള്ള ബാധ്യതകളും മറ്റ് കടങ്ങളും നികത്തി മുന്നോട്ട് പോകുന്നതിന് ഇവർക്ക് സാധിക്കും. സഹോദരങ്ങളിൽ നിന്നുമുള്ള സഹായം വർദ്ധിക്കുന്നതാണ്. വളരെ കാലമായി അകൽച്ചയിലായിരുന്ന ഭാര്യ ഭർത്താക്കന്മാർ പിണക്കമറന്ന് വീണ്ടും ഒത്തൊരുമയോടുകൂടി ദാമ്പത്യം പുനരാരംഭിക്കുന്നതാണ്. കച്ചവട വ്യാപാര മേഖലയിലൊക്കെ ലാഭം പ്രതീക്ഷിക്കാം. ബിസിനസ് മെച്ചപ്പെടുകയും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് സാധിക്കും. എന്നാൽ സാമ്പത്തികമായി വേണ്ടത്ര കരുതലുകൾ എടുക്കാത്ത പക്ഷം അപ്രതീക്ഷിതമായ ധനനഷ്ടവും വന്നു ചേരാം. മറ്റുള്ളവരുടെ ചതികളിലും വഞ്ചനകളിലും പെട്ട് സാമ്പത്തിക നഷ്ടം വരാതെ സൂക്ഷിക്കേണ്ടതാണ്. ശത്രുതയിലായിരുന്ന ബന്ധുക്കളുമായി രമ്യതയിലെത്തിച്ചേരുന്നതാണ്. മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സോഷ്യൽ മീഡിയ പോലെയുള്ള ദൃശ്യമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഈ വർഷം നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ പൂർവിക സ്വത്ത് കൈവശം വരുവാനും കോടതി വ്യവഹാരത്തിലും മറ്റും വിജയത്തിന് സാധ്യത കാണുന്നുണ്ട്. വർഷമധ്യത്തിന് ശേഷം ആശുപത്രി വാസത്തിന് സാധ്യത കാണുന്നു. പകർച്ചവ്യാധികൾ പിടിപെടാതെ നോക്കേണ്ടതാണ്. പിതാവിന് രോഗങ്ങൾ വന്നു ചേരും.
കലാകാരന്മാർക്കും മറ്റും അർഹമായ ബഹുമതികൾ ലഭിക്കുന്നതാണ്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് തങ്ങളുടേതല്ലാത്ത കാരണങ്ങളാൽ സസ്പെൻഷനോ സ്ഥലമാറ്റമോ ഉണ്ടായേക്കാം. ഭരണനാളുകാർക്ക് സമൂഹത്തിൽ അംഗീകാരവും പൊതുജന സമ്മതിയും ഉണ്ടാവും. വിദ്യാർത്ഥികൾക്ക് നേട്ടങ്ങളുണ്ടാവും. എങ്കിലും ചില സമയങ്ങളിൽ പഠനത്തിൽ അലസതയും താല്പര്യമില്ലായ്മയും വന്നു ചേരാൻ ഇടയുള്ളതിനാൽ വിദ്യാർത്ഥികളും മാതാപിതാക്കളും വേണ്ടത്ര ശ്രദ്ധിക്കണം. ഈ വർഷം പല വിവാഹങ്ങളും സാധ്യമാകും. അതുപോലെ തന്നെ പുതിയ ഗ്രഹത്തിലേക്ക് താമസം മാറുന്നതിന് സാധിക്കും. ഭൂമിയും വസ്തുവുമൊക്കെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതാണ്. മാർച്ച് മാസം അവസാനത്തിൽ ശനി 12ാം ഭാവത്തിലേക്ക് വരുന്നതോടുകൂടി ഭരണനാളുകാർക്കും 7ാം ശനി തുടങ്ങുന്നതാണ്. കഠിനാധ്വാനം വേണ്ടി വരുന്നതാണ്. തൊഴിൽ രംഗത്ത് പലതരത്തിലുമുള്ള പ്രശ്നങ്ങളും ഉടലെടുക്കും. സ്വന്തം ഗൃഹം മാറി താമസിക്കേണ്ട അവസ്ഥ ഉണ്ടാകുകയും അരുതാത്ത ബന്ധങ്ങളിൽ ചെന്നുപെടുവാനും സാധ്യതയുണ്ട്. ആവശ്യമുള്ളപ്പോഴൊക്കെ വേണ്ടപ്പെട്ടവരുടെയും സുഹൃത്തുക്കളുടെയും സഹായം ലഭിക്കാതെ വരും. അതുപോലെ തന്നെ മനോവിഷമങ്ങളും മാനസികമായ സംഘർഷങ്ങളും വർദ്ധിക്കുന്നതാണ്. വ്യാഴം 3ാം ഭാവത്തിലേക്ക് വരുന്നതോടെ സാമ്പത്തികമായും തൊഴിൽപരമായും കുടുംബപരമായുമുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വർദ്ധിക്കുന്നതാണ്. യാത്രകളിലൂടെ നഷ്ടങ്ങൾ വന്നു ചേരാം. വർഷാവസാനത്തോടെ ബിസിനസ്സിൽ നഷ്ടങ്ങളുണ്ടായേക്കാം. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അർഹതപ്പെട്ട അംഗീകാരങ്ങളും സ്ഥാനവും ലഭിക്കാതെ പോയേക്കാം. സഹപ്രവർത്തകരുമായി വാക്കുതർക്കങ്ങളിൽ മറ്റും ഏർപ്പെടേണ്ടി വരും. ഗൃഹത്തിന് അറ്റകുറ്റപ്പണികൾ ആവശ്യമായി വരുന്നതാണ്. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഏതൊരു കാര്യത്തിലും ഏർപ്പെടാൻ ശ്രദ്ധിക്കുക. അത് പലതരത്തിലുമുള്ള കുഴപ്പങ്ങൾക്കും സാമ്പത്തികമായ നഷ്ടങ്ങൾക്കും അപകടങ്ങൾക്കും ഇടവരുത്താം. വർഷമധ്യത്തിന് ശേഷം കൂടുതൽ പണമടക്കിയുള്ള ബിസിനസ്സുകൾ ചെയ്യാതിരിക്കുവാൻ ഭരണനാളുകാർ ശ്രദ്ധിക്കേണ്ടതാണ്. ആഡംബരത്തിനും മറ്റുമായി കൂടുതലായി പണം മുടക്കുന്നതാണ്. സന്താനങ്ങൾ സാമ്പത്തികമായി സഹായിക്കും. കുടുംബസ്വത്ത് വിൽക്കേണ്ടതായ സാഹചര്യമുണ്ടാകും. പുണ്യസ്ഥലങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും ക്ഷേത്രങ്ങളും ഈ വർഷം സന്ദർശിക്കുന്നതാണ്. ഭരണി നക്ഷത്രത്തിന് പ്രതികൂലമായി പറഞ്ഞിട്ടുള്ള രോഹിണി, തിരുവാതിര, പൂയം, വിശാഖം 4ാം പാദം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരുമായുള്ള കൊടുക്കൽ വാങ്ങലുകളും ഇടപാടുകളും കഴിവതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവരുമായുള്ള സാമ്പത്തിക ഇടപാടുകളോ വിവാഹം പോലെയുള്ള കർമ്മങ്ങളോ ഒക്കെ തന്നെയും ഒഴിവാക്കുക. ഭരണനക്ഷത്രക്കാർ ചന്ദ്രൻ, രാഹു, ശനി എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് വഴി ഗുണഫലം വന്നു ചേരുന്നതാണ്. കൂടാതെ ചൊവ്വ, വെള്ളി ദിവസങ്ങളും ഭരണി നക്ഷത്രവും ഒത്തുചേർന്ന് വരുന്ന ദിവസങ്ങളിൽ വ്രതാനുഷ്ഠാനങ്ങൾ നടത്തുകയും ദോഷങ്ങൾ